ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലെ അനുമോൾ എഴുന്നേറ്റിട്ട് പുറത്ത് ആ ഒരു ഊഞ്ഞാലിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനീഷ അവിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ചിട്ട് എന്താണ് അനുമോളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആദ്യമൊന്നും എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല, എന്നാൽ ഇപ്പൊ കുഴപ്പമില്ല, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്നൊക്കെ പറയുന്നു. അന്നേരം തന്നെ അനീഷ് ചോദിക്കണേ എന്നാ പിന്നെ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. അനുമോള് ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ആദ്യം അത് പ്രാങ്ക് ആണെന്ന് നമ്മുടെ അനുമോള് കരുതി. പിന്നെ അനീഷിന്റെ ആ ഒരു മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അനുവിനും മനസ്സിലായി മൂപ്പര് പ്രാങ്ക് ചെയ്തതല്ല, ഇപ്പൊ സീരിയസ് ആണ് എന്ന്. അപ്പോഴനു പറയുന്നുണ്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു മുൻപ്, അത് ബ്രേക്ക് ആയതോടുകൂടി ഇനി കല്യാണമേ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചപ്പോഴാണ് 2 വർഷത്തിനകം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം, കരിയർ നോക്കണം, എനിക്ക് ചെറിയൊരു വീട് വെക്കണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുമോള് പറയുന്നത്. അങ്ങനെ അനുമോളെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും, അതുപോലെ ഫാമിലിയെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഈ അനീഷ് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടി അനുമോളുടെ അടുത്ത് കിട്ടിയിട്ടില്ല. അനീഷിന് ഏതാണ്ട് മനസ്സിലായി മിക്കവാറും ഒരു നോ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ട് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അനീഷ് പോയതിന് ശേഷം അനുമോൾ ആകെ വെപ്രാളത്തിലായിരുന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ഒരു ഇഷ്ടം പറയാന്നൊക്കെ പറയുമ്പോൾ, അതും ഒരു പ്രാങ്കായിട്ടും അല്ല അല്പം സീരിയസ് ആയിട്ടൊക്കെ ആകുമ്പോൾ ശരിക്കും അനുമോൾ ഞെട്ടിപ്പോയി. എന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നെ ഒന്ന് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കൂ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആകെ പിണങ്ങിയിരുന്ന നമ്മുടെ ആദിലയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ അനുമോൾ സംസാരിക്കുവാണ്. ഞാൻ അങ്ങനെ ആ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല, ഞാനൊരു ബ്രദറിനെ പോലെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോള് ശരിക്കും ഞെട്ടിയിരിക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കണം, നമ്മുടെ അനുമോള് അനീഷിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം അത്രയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ അനുമോള് ജെന്യൂൻ ആണ്. എന്നാലേ അനുമോള് പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് അനീഷിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വന്നു. അനീഷ് എന്തോ ദേഷ്യം പിടിച്ച ഒരു ഭാവത്തിലായിരുന്നു എഴുന്നേറ്റ് പോകുന്നത് കേട്ടോ.